ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒറ്റപദം അല്ലെങ്കിൽ സമസ്ത പദം കണ്ടെത്തുക അല്ലെങ്കിൽ വിഗ്രഹിച്ചെഴുതുക. ഇത് മിക്ക പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്കിന്ന് കുറച്ച് ഒറ്റപദങ്ങൾ പഠിക്കാം. അലസന്റെ ഭാവം ആലസ്യം, അർത്ഥമില്ലാത്ത സംസാരം ജൽപ്പനം, 100 വർഷം ശതകം, ഇതിഹാസത്തെ പറ്റിയുള്ളത് ഐതിഹാസികം, ഇളയ രാജാവിന്റെ സ്ഥാനം ഇളമുറ, ഉപയോഗശൂന്യമായ കിണർ പൊട്ടക്കിണർ, ഏറ്റവും ഒടുവിലത്തെ ബാക്കി അറ്റബാക്കി, ശിശുവിന്റെ അവസ്ഥ ശൈശവം, തേജസ്സിനെ സംബന്ധിച്ചത് തൈജസം, അമിതമായ ചെലവ് ധൂർത്ത്, അക്ഷരമറിയാത്തവൻ നിരക്ഷരർ, എടുത്തുചാട്ടക്കാരൻ അവിവേകി, ഒറ്റയ്ക്ക് നടക്കുന്ന കൊമ്പനാന ഒറ്റയാൻ, കറുത്ത കുരങ്ങ് കരിങ്കുരങ്ങ്, കുരുവംശത്തിൽ ജനിച്ചവൻ കൗരവൻ, കുറവും കൂടുതലും ഏറ്റക്കുറച്ചിൽ, ചിങ്ങമാസ വെളുത്തവാവ് ശ്രാവണി, ക്ഷേത്ര പരിചാരകൻ കഴക്കാരൻ, ജഗത്തുക്കളുടെ നാഥൻ ജഗന്നാഥൻ. കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിച്ചാൽ മതി. അതുപോലെ ഒറ്റപ്പദം എന്ന ടോപ്പിക്കിൽ ഇനി നോട്ട്സ് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതിയാവും. എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.